ഹായ് ഓൾ, വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. ഞാൻ അതുല്യ രവീന്ദ്രൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഫേൺസിൻ്റെ പ്ലാന്റ് കെയറിനെ കുറിച്ചാണ്. അപ്പോൾ വളരെ ചെറിയൊരു കെയറിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ ലോ കെയറിൽ നമുക്ക് വീടുകളിൽ ഒരുപാട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഫേൺസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫേൺസ് നമ്മുടെ ചുറ്റും നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഫേൺസ്. നമ്മുടെ കിണറ്റിൻ്റെ കരയിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലായാലും കുളങ്ങളുടെ സൈഡിലായാലും ഒക്കെ നമുക്ക് എവിടെ പോയാലും ഒരു ഫേണിനെങ്കിലും കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ഗാർഡനിലേക്കും എല്ലാവരും വളർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ചെടികളാണ് ഫേൺസ്. അപ്പോൾ നമ്മൾ ഫേൺസിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഏത് തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് ഫേൺസ് വരുന്നതെന്ന് നോക്കണം. ഇപ്പം നമ്മുടെ കുളങ്ങളുടെ സൈഡിൽ, കിണറിൻ്റെ സൈഡിൽ അവിടെയൊക്കെ എന്താ പറയുക, നല്ല ഈർപ്പവും തണുപ്പും അങ്ങനെയുള്ളൊരു സ്ഥലങ്ങളിലാണ് നമ്മുടെ ഫേൺസ് കോമൺ ആയിട്ട് വളരുന്നത് അല്ലേ. അതുപോലെ തന്നെ അപ്പം നമ്മുടെ ഗാർഡനിലും ഫേൺസ് വളർത്തുമ്പോൾ അങ്ങനെ ഒരു എൻവിറോൺമെൻറ്റ് നമ്മൾ ഫേൺസിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരു കൊടും കാട്ടിൽ കൂടെ നടക്കുന്നതായിട്ട് നോക്കുക. അങ്ങനെ കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിക്ചേഴ്സിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസിലായാലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മരത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കാട്ടിൽ കൂടെ പോകുന്നൊരു അരുവിയുടെ കരയിൽ അങ്ങനെ വളരെ ഈർപ്പം നിറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കൊടും കാടുകളിലൊക്കെയാണ് ഫേൺസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പിക്ചർ നമ്മൾ ആലോചിച്ചിട്ട് നമ്മുടെ ഫേൺസിന് എന്തെങ്കിലും കുഴപ്പം പറ്റുമ്പോൾ ആ ഒരു എൻവിറോൺമെൻറ്റ് നമ്മുടെ ഫേൺസിന് കിട്ടുന്നുള്ളതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഒരുപാട് തരത്തിലുള്ള ഫേൺസ് ഉണ്ട്. അതിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ഈ ഗോൾഡൻ ഫേൺസിനെ കുറിച്ചാണ്. ഞാൻ വളർത്തിയിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് കുറേ തൈകൾ തന്നിട്ടുള്ളൊരു ചെടിയാണ് ഈ ഗോൾഡൻ ഫേൺ. നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു കിളിപ്പച്ച കളറിലുള്ള ഇലകളാണ് ഈ ഗോൾഡൻ ഫേണിലുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഗോൾഡൻ ഫേൺ എന്ന് പറയുന്നത്. ഒരു ഗോൾഡൻ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഗ്രീൻ കളർ വരുന്നതുകൊണ്ടാണ് ഇതിനെ ഗോൾഡൻ ഫേൺ എന്ന് പറയണത്. നല്ല രീതിയിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഗോൾഡൻ ഫേൺസ് വളർത്തിയെടുക്കാം. അപ്പോൾ ഫേൺസിൻ്റെ കെയറിൽ ആദ്യം തന്നെ പറയാനുള്ളത് അതിൻ്റെ സൺലൈറ്റിനെ കുറിച്ചാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വളരെ കൊടുങ്കാട്ടിലൊക്കെയാണ് ഈ ഫേൺസുകൾ നോർമലായിട്ട് ഉണ്ടാവാന്ന്. അതാണ് അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റ്. അപ്പോൾ കാടുകളൊക്കെ നോക്കിയാൽ അറിയാം ഈ ഫേൺസ് എന്താ കൂടുതലും അടിയിലാണ് ഉണ്ടാവുക. നല്ല ഹൈറ്റുള്ള മരങ്ങളൊക്കെ ആയിരിക്കും കാട്ടിലുണ്ടാവുക. അപ്പം നല്ലൊരു ഫിൽറ്റേർഡ് ആയിട്ടുള്ള ലൈറ്റാണ് അടിയിലത്തെ ചെടികൾക്ക് കിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു ആവാസ വ്യവസ്ഥയിലാണ് ഫേൺ ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് നമ്മൾ ഫേണിന് കൊടുക്കരുത്. നല്ല ഫിൽറ്റേർഡ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റാണ് ഫേണിന് ഇഷ്ടം. അപ്പോൾ നമ്മൾ സൂര്യപ്രകാശം ഇൻഡയറക്റ്റ്ലി വരുന്ന സ്ഥലങ്ങളിൽ വേണം നമ്മൾ ഫേൺസിനെ വെക്കാനായിട്ട്. പിന്നെ ഈ ഫേൺസ് എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളുമ്പോൾ ഒരു കരിഞ്ഞ പോലത്തെ പുള്ളിയും അങ്ങനെയൊക്കെ വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിന് സൺബേൺ ഏൽക്കുന്നുണ്ടെന്നാണ്. അതിന് കിട്ടുന്ന സൂര്യപ്രകാശം അതിന് കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്ഥലത്ത് നിന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫേൺ നന്നായി വളരുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം നമ്മൾ അങ്ങനെ നോക്കണം. അപ്പോൾ ഇതിൽ സൺലൈറ്റിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നത്തെ കാര്യമാണ് വാട്ടറിങ്. നല്ല ഫ്രീക്വൻ്റ് ആയിട്ട് നല്ല രീതിയിൽ വെള്ളം വേണ്ട ഒരു ചെടികളാണ് ഈ ഫേൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നോർമലി നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഈ എന്താ പറയുക, വെള്ളത്തിൻ്റെ ഉള്ള കരകളിൽ, അതായത് വെള്ളമുള്ള സ്ഥലങ്ങൾ, കിണർ, കുളം, പാടം, അങ്ങനത്തെ വെള്ളവും ഈർപ്പം നിറഞ്ഞ സ്ഥലങ്ങളിലാണ് ഫേൺ വളരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനിലും നമ്മൾ ഫേൺ വളർത്തുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കൊടുക്കണം. എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ എന്താ പറയുക, പക്ഷെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴും നമ്മൾ നല്ല എന്താ പറയുക, ഹോൾസുള്ള ചട്ടി വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കരുത്. കെട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേൺസ് ചീഞ്ഞ് പോവും. നല്ല ഡ്രെയിനേജുകളുള്ള ചട്ടി എടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം അതിൻ്റെ എന്താ പറയുക താഴത്തെ കൂടെ അങ്ങനെ പൊയ്ക്കോളും. അപ്പോൾ ഇങ്ങനെ എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഒരു ചെടിയാണ് ഫേൺസ്. എസ്പെഷ്യലി നമ്മുടെ വേനൽക്കാലങ്ങളിലാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു വെള്ളം ഈ ഫേൺസിന് കൊടുക്കണം. ഓക്കെ, പിന്നെ പറയാനുള്ളത് അതിൻ്റെ ഫെർട്ടിലൈസേഷനാണ്. സത്യം പറയുകയാണെങ്കിൽ അധികം ഫെർട്ടിലൈസേഷൻ വേണ്ടാത്ത ഒരു ചെടിയാണ് ഫേൺ എന്ന് പറയണത്. ഈ ഫേണിന് നമ്മൾ ഓവറായിട്ട് വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിന് പ്രശ്നം വരിക. അതായത് ഇതിൻ്റെ ഇലകളിൽ എന്താ പറയുക, ഈ ഒരു ബ്രൗൺ കളറിൽ വരുന്നുണ്ടെങ്കിൽ അതിന് 2 റീസൺസാണുള്ളത്. ഒന്ന്, നിങ്ങൾ ഓവറായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവറായിട്ട് സൺലൈറ്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഫേണിൻ്റെ ഇലകളിൽ ഒരു ബ്രൗൺ കളർ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഫേണിനൊരു ബ്രൗൺ കളർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം, ഇപ്പോൾ കൂടുതൽ സൺലൈറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലത്തു നിന്നെടുത്ത് മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വളങ്ങൾ ഫേണിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടി നിർത്തണം. അത്രയും കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2 മാസത്തിലൊരിക്കലൊക്കെ വല്ല ജൈവവളം അങ്ങനെ വിട്ടു കൊടുത്താൽ മതി. അങ്ങനെ സ്പെഷ്യലി നമ്മൾ ഒഴിച്ചു കൊടുക്കാനുള്ള വളങ്ങളൊന്നും പ്രത്യേകിച്ചില്ല ഈ ഫേണിന്.
ഓക്കെ. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊപ്പഗേഷനാണ്. അപ്പോൾ ഞാൻ ആകെ കൂടി എത്ര ഒരു 120 രൂപയ്ക്ക് എങ്ങാണ്ട് ഒരു കുഞ്ഞി ഫേൺ വാങ്ങിയതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയും ഫേൺ ഉണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഫേൺസ്. അപ്പം നോർമലി എന്താ പറയുക, സാധാരണ ചെടികളിലൊക്കെ എങ്ങനെയാണ് പ്രൊപ്പഗേഷൻ നടക്കുക? അതിൻ്റെ വിത്ത് ഉണ്ടായിട്ടാവില്ലേ, പൂക്കൾ ഉണ്ടായിട്ട് അതിൽ വിത്ത് ഉണ്ടായിട്ട് ആ വിത്ത് വീണിട്ടാണ് ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്നത്. അത് നാച്ചുറലി പ്രൊപ്പഗേഷൻ, നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതല്ല, നാച്ചുറലി നമ്മൾ എന്തൊരു മാവായാലും ചക്കയായാലും എന്തായാലും അതിന് ഫ്രൂട്ട് ഉണ്ടായിരിക്കും, അങ്ങനെ അതിൻ്റെ സീഡ് വീഴും, അങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഈ ഫേൺസിന് എന്താ പറയുക, അങ്ങനത്തെ തരത്തിലുള്ള പൂക്കളൊന്നുമില്ല. അപ്പോൾ നാച്ചുറലി ഇതിൻ്റെ ഒരു എന്താ പറയുക പ്രൊപ്പഗേഷൻ നടക്കുന്നത് അതിൻ്റെ സ്പോർട്സ് വഴിയാണ്. അതായത് അതിൻ്റെ ഇലകളുടെ അടിയിൽ കുറച്ച് സ്പോർട്സ് ഉണ്ടായിരിക്കും. ആ ഒരു എന്താ പറയുക, അങ്ങനത്തെ ആ ചെറിയൊരു സ്ട്രക്ചറിന് ഒരുപാട് മൈൽസ് അല്ലെങ്കിൽ ഒരുപാട് ദൂരം നമ്മുടെ എയർ ഫ്ലോ, വായു കൂടിയും അതുപോലെ മഴ പെയ്യുമ്പോൾ വെള്ളത്തിൽ കൂടെ ഒക്കെ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. കാറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറന്നു പോകും. അങ്ങനെ അത് മണ്ണിൽ വീണിട്ടാണ് നാച്ചുറലി നമ്മുടെ ഫേൺസ് പ്രൊപ്പഗേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ വളർത്തുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണ്ടോയെന്ന് എനിക്കറിയില്ല. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, കാരണം അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ബൈ ഡിവിഷനാണ്. അതായത് ഒരു ഫേൺ നമ്മൾ ചട്ടി നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുഞ്ഞു തൈകൾ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ആ കുഞ്ഞു തൈകൾ നമ്മൾ പറിച്ചെടുത്തിട്ട് വേറൊരു ചട്ടിയിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേൺസിന് നമുക്ക് സൂപ്പറായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പം എൻ്റെ ഈ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണിക്കാം. അപ്പോൾ ഫേൺ അപ്പോൾ ഒരുപാട് നാൾ ചട്ടിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഇതുപോലെ കുറേ തൈകൾ പൊട്ടിമുളച്ച് വരും. ആ തൈകൾ ഇത്തിരി വലുതാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടാവുന്നതാണ് കേട്ടോ. അപ്പം ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഒരു 4-5 തൈകൾ നമുക്ക് കിട്ടും. അപ്പോൾ അത്രയും ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫേൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോട്ടിംഗ് മിക്സാണ്. അപ്പോൾ ഫേൺസിൻ്റെ പോട്ടി മിക്സിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണ് കൊക്കോപീറ്റ്. കൊക്കോപീറ്റ് നമുക്കറിയാലോ, വെള്ളത്തിൻ്റെ ഈർപ്പം മണ്ണിൽ നിലനിർത്താനായിട്ട് നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നൊരു ഘടകമാണ് കൊക്കോപീറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ കൊക്കോപീറ്റ് നമ്മുടെ പോട്ടി മിക്സിൽ എന്തായാലും ഉൾപ്പെടുത്തേണ്ട ഒരു ഘടകമാണ്. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ പോട്ടി മിക്സിൽ നല്ല ഈർപ്പുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ കൊക്കോപീറ്റും അതുപോലെ തന്നെ മണ്ണെടുക്കുക. പിന്നെ പെർലൈറ്റ് ഉണ്ടെങ്കിൽ നല്ലത്, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിതിന് പെർലൈറ്റൊന്നും ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ വേണമെങ്കിൽ കുറച്ച് കരിയിലകളൊക്കെ ഇതിൻ്റെ പോട്ടി മിക്സിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് കമ്പോസ്റ്റാണ്. നല്ല രീതിയിൽ കമ്പോസ്റ്റ് നമ്മൾ നടുമ്പോൾ, കമ്പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജൈവവളം, അതായത് ചാണകപ്പൊടിയോ വേപ്പ് മണ്ണാക്കോ അങ്ങനെ നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ജൈവവളം കൂടി ഇതിൻ്റെ പോട്ടി മിക്സിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് ഫേൺസ് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുള്ളൂ. പിന്നെ ഈ ഫേൺസിന് ഡ്രൈ ആയിട്ടുള്ള നല്ല വരണ്ട ക്ലൈമറ്റ് ഒന്നും ഇഷ്ടമല്ല. അപ്പം അങ്ങനെ വരണ്ട ഒരു സ്ഥലത്താണ് നമ്മുടെ ഫേൺസ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ മാറ്റി വയ്ക്കണം. പിന്നെ ഫേൺസിൻ്റെ നമ്മൾ ഈ വരൾച്ച അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ടുള്ള എൻവിറോൺമെൻറ്റ് മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ഇതിനെ ഒക്കെ എന്താ പറയുക, വെള്ളം അതിൻ്റെ ഇലകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് തളിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഫേൺസിന് നല്ല ഈർപ്പം വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഇലകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, അതായത് 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നമ്മൾ തളിച്ചു കൊടുക്കണം. അത് ഫേൺസ് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഘടകമാണ്. വേനൽക്കാലത്ത് നമ്മൾ കുറച്ചും കൂടി കെയർ നമ്മൾ ഫേൺസിന് കൊടുക്കണം. അതിലൊരു കാര്യം അതിൻ്റെ വാട്ടറിങ് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം അതിൻ്റെ പോട്ടി മിക്സ്, അതിൻ്റെ പോട്ടിലെ മണ്ണ് ഡ്രൈ ആയി പോകാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഈ എന്താ പറയുക ചകിരിയുടെ നാരുകളുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കരിയിലകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അതിൻ്റെ തടത്തിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ ഇവാപ്രേറ്റ് ചെയ്ത് പോകാണ്ടിരിക്കാനായിട്ടും അതുപോലെ മണ്ണ് ഡ്രൈ ആവാതിരിക്കാനായിട്ടൊക്കെ സഹായിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ നമ്മൾ അടിച്ചു കൊടുക്കുക, സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് വെള്ളം നമ്മൾ അടിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമ്മർ സീസണിൽ നമുക്ക് ഫേൺസിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഫേൺ കെയർ. വളരെ കുറഞ്ഞ കെയറിൽ നമുക്ക് സൂപ്പറായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.